ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. വെൽഫെയർ പാർട്ടിയുടെ ഇടപെടൽ ഫലം കണ്ടു. പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ടിൽ KSRTC സർവീസ് പുനഃസ്ഥാപിച്ചു. വളരെ കാലമായിട്ട് ഇവിടെ നിർത്തലാക്കപ്പെട്ട KSRTC ബസ്സുകൾ ഇന്ന് ഇതിലൂടെ പ്രിയദർശിനി സംവിധാനത്തിലൂടെ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ കാലമായിട്ട് വെൽഫെയർ പാർട്ടി നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഒരു ജനകീയ വിഷയമാണ് വളാഞ്ചേരി റൂട്ടിൽ KSRTC ബസ്സുകൾ പുനഃസ്ഥാപിക്കപ്പെടുക എന്നുള്ളത്. ഇവിടെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഈ നിർത്തലാക്കിയ തൊട്ട് കാലം മുതൽ തന്നെ വെൽഫെയർ പാർട്ടി സമരമുഖത്ത് ഈ വിഷയവുമായി ഇവിടെ ഉണ്ട്. കോവിഡ് കാലത്ത് നിർത്തലാക്കിയിരുന്ന പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ടിലെ KSRTC ബസ് സർവീസ് വർഷങ്ങൾക്ക് ശേഷം പുനഃസ്ഥാപിച്ചു. വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നിരന്തര ഇടപെടലുകളും ജനകീയ ആവശ്യങ്ങൾക്കായുള്ള തുടർച്ചയായ പ്രവർത്തനങ്ങളും ഒടുവിൽ ഫലം കണ്ടതോടെയാണ് സർവീസ് പുനരാരംഭിച്ചത്. നോട്ടിഫൈഡ് റൂട്ടായ വളാഞ്ചേരി പെരിന്തൽമണ്ണ പാതയിൽ KSRTC സർവീസ് ഇല്ലാതായിരുന്നതിനാൽ വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, വ്യാപാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഏറെ നാളായി ദുരിതം അനുഭവിച്ചു വരികയായിരുന്നു. സർവീസ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി വിവിധ ഘട്ടങ്ങളിൽ ശക്തമായ ഇടപെടലുകളും നിവേദനങ്ങളും നടത്തിയിരുന്നു. മുൻ LDF സർക്കാരിന്റെ കാലത്ത് ഗതാഗത മന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിനും നിരവധി തവണ പരാതികളും നിവേദനങ്ങളും നൽകിയിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പാർട്ടി ഭാരവാഹികൾ പറഞ്ഞു. തുടർന്ന് UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പ്രിയദർശിനി പദ്ധതി പ്രകാരം വളാഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിൽ KSRTC സർവീസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി നേതാക്കൾ കഴിഞ്ഞ ജൂൺ 12 തിരുവനന്തപുരത്ത് ഗതാഗത മന്ത്രി CP ജോണിനെ നേരിൽ കണ്ട് നിവേദനം സമർപ്പിച്ചു. വിഷയത്തിൽ ഗതാഗത മന്ത്രിയും പ്രാദേശിക ജനപ്രതിനിധികളും നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് സർവീസ് പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം ഉണ്ടായത്. പുതുതായി അനുവദിച്ച 2 ബസ്സുകൾ ഉപയോഗിച്ച് പ്രതിദിനം 16 ട്രിപ്പുകൾ നടത്തും. ഇതോടെ പ്രദേശത്തെ ജനങ്ങളുടെ ദീർഘകാല യാത്രാ പ്രശ്നത്തിന് ആശ്വാസമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സർവീസിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് മങ്കട മണ്ഡലം MLA ശ്രീ മഞ്ഞളാംകുഴി അലി നിർവഹിച്ചു. ചടങ്ങിൽ UDF നേതാക്കളും വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഖാദർ അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വളമ്പൂർ, സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് എന്നിവർ പങ്കെടുത്തു. ജനങ്ങളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിൽ സഹകരിച്ച UDF സർക്കാരിനെയും ഗതാഗത മന്ത്രി CP ജോണിനെയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളെയും വെൽഫെയർ പാർട്ടി അഭിനന്ദിച്ചു. ജനകീയ ആവശ്യങ്ങൾക്കായി ഇനിയും ശക്തമായ ഇടപെടലുകൾ തുടരുമെന്നും പാർട്ടി നേതൃത്വം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.